24 കണക്റ്റിനും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഇന്ന് അഭിമാന ദിനം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതി വഴി നിർമ്മാണം പൂർത്തീകരിച്ച രണ്ടാമത്തെ വീടിന് കൈമാറും. കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ഖദീജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 24 എഡിറ്റർ ഇൻ ചാർജ് പി ജെയിംസ് താക്കോൽദാനം നിർവഹിക്കും. കൂടരഞ്ഞിയിൽ നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് 100 വീടുകളാണ് സംസ്ഥാനത്ത് ആകെ നിർമ്മിച്ച് നൽകുന്നത്. അതിൽ രണ്ടാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കണ്ണൂരിലാണ് ആദ്യത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് രണ്ടാമത്തെ വീടിൻ്റെ കൈമാറ്റം നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആ വീട്ടിലാണുള്ളത്. ഇതാണ് ഖദീജയ്ക്കാണ് ഇന്നത്തെ വീടിൻ്റെ താക്കോൽ കൈമാറുന്നത്. ഖദീജയുടെ ഏറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. ഖദീജ മകളോടൊപ്പം ഏറെ കാലമായി വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. 18 വർഷമായി വാടകയ്ക്ക് ഇരിക്കുന്നു ഞാൻ എൻ്റെ മോളും. ഇതുവരെയായിട്ട് ഒരു വീട് ഉണ്ടായിട്ടില്ലായിരുന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റുമാണ് നമുക്കൊരു വീട് ഒരുക്കി തന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദിയും എല്ലാമുണ്ട്. ഖദീജയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. ഇന്ന് വൈകിട്ട് 3:30 ഈ വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടക്കാൻ പോകുന്നത്. 24 എഡിറ്റർ ഇൻ ചാർജ് പി ജെയിംസ് ഇവിടെ എത്തും. അതോടൊപ്പം തന്നെ 24 കണക്റ്റിൻ്റെ വിവിധ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ എത്താൻ പോകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ലളിതമായ ചടങ്ങുകളോടെ ഈ വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടക്കാൻ പോകുന്നത്. 24 കണക്റ്റ് അംഗം കൂടി ചേരുന്നുണ്ട്. ഈ നിമിഷത്തിൽ എന്തായിട്ടാണ് നമുക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ആളുകൾക്കൊക്കെ ഒരു ഉപകാരമാകുന്ന ഒരു പ്രവൃത്തി കൂടി ആണല്ലോ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇത് വളരെയധികം സന്തോഷം. ഇതിലൊരു പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞു. താലൂക്ക് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷം. അതിലുപരി ഈ താത്തേൻ്റെ ഒരു പ്രാർത്ഥന, അത് മതി ശരിക്കും പറഞ്ഞാൽ. സന്തോഷം. എന്താണെങ്കിലും രണ്ടാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റമാണ്. ബാക്കിയുള്ള 98 വീടുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ താക്കോൽ കൈമാറ്റവും കൂടി നടക്കാൻ പോവുകയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.